നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പാലക്കാട്ടെ എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല വേണ്ടെന്ന് LDFിലെ പ്രധാന ഘടകകക്ഷിയായ CPI. ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് തീരുമാനം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ പദ്ധതി നടപ്പാക്കരുതെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. നിലപാട് LDF നേതൃത്വത്തെ അറിയിക്കും. ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതിയിൽ പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോഴാണ് CPI വേണ്ട എന്ന നിലപാട് പറയുന്നത്. അനുമതിക്കെതിരെ കടുത്ത നിലപാടെടുത്ത പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച കരട് രേഖയിൽ 14 ഭേദഗതികൾ വരുത്തിയാണ് ബില്ലിന് JPC അംഗീകാരം നൽകിയത്. ബില്ലിനെ അനുകൂലിച്ച് 16 MPമാർ നിലപാടെടുത്തു. 10 പേർ എതിർത്തു. പ്രതിപക്ഷ പാർട്ടികൾ നിർദ്ദേശിച്ച 44 ഭേദഗതികളും വോട്ടിനിട്ട് തള്ളി. ചെയർമാൻ ചർച്ചയ്ക്ക് തയ്യാറാകാതെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഭരണപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാമെന്ന് ചെയർമാൻ ജഗദാംബിക പാൽ അറിയിച്ചു. അമുസ്ലിങ്ങളായ 2 പേർ ഭരണസമിതിയിൽ ഉണ്ടാകുമെന്നതുൾപ്പെടെയുള്ള അംഗീകാരം നൽകിയവയിൽ ഉൾപ്പെടും. റേഷൻ കട സമരം റേഷൻ വ്യാപാരികൾ അവസാനിപ്പിച്ചു. മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് സമരം പിൻവലിച്ചതായി അറിയിച്ചത്. ഡിസംബർ മാസത്തെ ശമ്പളം ഇന്ന് നൽകും. വിശദമായി പഠിച്ച ശേഷം വേതന പരിഷ്കരണം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. സമരത്തെ മറികടക്കാൻ 40ലേറെ മൊബൈൽ റേഷൻ കടകൾ ഇന്ന് നിരത്തിലിറക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനിച്ചിരുന്നു. 256 കടകൾ ഇന്നലെ രാവിലെ 8 മണി മുതൽ പ്രവർത്തിപ്പിച്ചതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനത്തിനെതിരെ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യ 3ാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഓപ്പറേഷൻ സൗന്ദര്യയുടെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ശരീരത്തിന് ഹാനികരമാവുന്ന അളവിൽ രാസവസ്തു ചേർത്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഇന്നലെ രാവിലെയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. രാധയെ കൊന്ന അതേ കടുവ തന്നെയാണിതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട രാധയുടെ വസ്ത്രം, കമ്മൽ, മുടി എന്നിവ കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തി. മരണകാരണം കടുവയുടെ കഴുത്തിലുണ്ടായ മുറിവാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. പ്രിയങ്ക ഗാന്ധി MP ഇന്ന് വയനാട്ടിലെത്തും. വയനാട് പഞ്ചാരക്കൊല്ലിൽ നരഭോജി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും. ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെയും കാണും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും പ്രിയങ്ക ഗാന്ധി ബത്തേരിയിലെ വിജയന്റെ വീട്ടിലെത്തുക. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായി തിരച്ചിൽ നടത്തുന്ന 100-ലധികം നാട്ടുകാർ. പ്രതി ഈ പ്രദേശത്തുണ്ട് എന്ന സൂചനയെ തുടർന്നാണ് നാട്ടുകാരും അന്വേഷണ സംഘത്തോടൊപ്പം ചേർന്ന് നേരം പുലരുന്നതോടെ പ്രതിയെ പിടികൂടാനാവുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. നെന്മാറ